ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് ആയിരുന്നു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ. ഏതൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ? ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. ഇതിൽ ഈ രണ്ട് പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വാരിയബിളും അതേപോലെ ചേഞ്ചിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കോറിലേഷനെയാണ് എന്ത് വിളിക്കുക? പോസിറ്റീവ് കോറിലേഷൻ. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഏതാണ് എക്സാമ്പിൾ പറഞ്ഞത്? പ്രൈസും സപ്ലൈയും. ഇത് രണ്ട് വാരിയബിളാണ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടും, അതുപോലെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയും. ഇവിടെ ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് ഒരുപോലെയാണ്. നമുക്കറിയാം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടും, അതുപോലെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയും, അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചേഞ്ചിങ് എന്ന് പറയുന്നത് ഒരുപോലെയാണ് കാണിക്കുന്നത്. സോ ഈ കോറിലേഷൻ എന്ത് വിളിക്കാം? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ എന്തായിരിക്കും? ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ അവിടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് അവിടെ വാരിയബിൾസ് ആയിട്ട് സെലക്ട് ചെയ്തത്? പ്രൈസും ഡിമാൻഡും. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും. ഇപ്പോൾ ഇവിടെ ഡയറക്ഷൻ നോക്കിക്കേ, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടും, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രൈസും ഡിമാൻഡും നെഗറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. അതായത് കോറിലേഷൻ നോക്കുമ്പോൾ അതിൻ്റെ വാരിയബിൾസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചേഞ്ചിങ് വരുന്നത് എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അടുത്തത് ഏതായിരുന്നു? ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ എന്നതുകൊണ്ട് എന്താണ് കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തത്? കോറിലേഷൻ ഒന്നുകിൽ ലീനിയർ ആവാം, അല്ലെങ്കിൽ നോൺ ലീനിയർ ആവാം. അവിടെ ലീനിയർ കോറിലേഷൻ എന്ന് പറയണമെങ്കിൽ when the amount of change of in one variable leads to a constant ratio of change in the other variable. അതായത് ഒരു വാരിയബിളിലുള്ള ചേഞ്ച് അടുത്ത വാരിയബിളിലുള്ള ചേഞ്ചിങ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലുള്ള ചേഞ്ചിങ് ആയിരിക്കും കാണിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോസ് അപ്പ് ബൈ 10%, ഇറ്റ് ലീഡ്സ് ടു എ റൈസ് ഈസ് സപ്ലൈ ബൈ 15% ഈച്ച് ടൈം, ദെൻ ദർ ഈസ് എ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ. അതായത് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോൻ്റെ ബേസിലാണ് എങ്കിൽ അതിനെ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. ഇനി ഈ ലീനിയർ കോറിലേഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിന് എക്സാമ്പിളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇനി അടുത്ത നോൺ ലീനിയർ കോറിലേഷനാണ്. നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ കിട്ടുന്ന ഫിഗർ ഗ്രാഫിക്കലായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആവില്ല, കർവി ടൈപ്പിലുള്ള ഒരു ഫിഗറായിരിക്കും നമുക്ക് കിട്ടുക. ഇനി എന്താണ് നോൺ ലീനിയർ കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വാരിയബിൾ ചേഞ്ച് ആവുന്നത് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയുടെ ബേസിലല്ല എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. ഇനി അടുത്ത കാറ്റഗറി ആയിരുന്നു സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. എന്താണ് സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ് അതിൻ്റെ എക്സ്പ്ലനേഷനും. In the study of relationship between variables, if there are only two variables, the correlation is said to be simple. For example, the correlation between price and demand is simple. അപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് വാരിയബിൾ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ കോറിലേഷൻ എന്ത് വിളിക്കാം? സിമ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോറിലേഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് വാരിയബിൾ മാത്രമാണ് കോറിലേഷനായിട്ട് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സിമ്പിൾ കോറിലേഷൻ. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അപ്പോൾ പ്രൈസ്, ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് വാരിയബിളാണ് വന്നിരിക്കുന്നത്. ഒന്ന് പ്രൈസ്, അടുത്ത ഡിമാൻഡ്. ഈ രണ്ട് വാരിയബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള കോറിലേഷനെയാണ് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. അതെന്തായിരിക്കും അപ്പോൾ വരുന്നത്? വെൻ വൺ വാരിയബിൾ ഈസ് റിലേറ്റഡ് ടു നമ്പർ ഓഫ് അതേഴ്സ്, കോറിലേഷൻ ഈസ് നോട്ട് സിമ്പിൾ. ഒരു വാരിയബിൾ മറ്റൊരു വാരിയബിളുമായിട്ട് മാത്രം കണക്റ്റഡ് ആണ് എങ്കിലാണ് അതിനെ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഒരു വാരിയബിൾ മറ്റൊരു വാരിയബിളുമായിട്ട് മാത്രം കണക്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോറിലേഷനിൽ രണ്ട്
വാരിയബിൾ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക, സിമ്പിൾ കോറിലേഷൻ എന്ന് പറയാം. എന്നാൽ ഒരു വാരിയബിൾ ഒരുപാട് വാരിയബിൾസുമായിട്ട് റിലേറ്റഡ് ആണ് എങ്കിൽ അതിനെ എന്ത് വിളിക്കാൻ കഴിയില്ല, സിമ്പിൾ കോറിലേഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. Then the study of relationship between the variable is done with the help of partial or multiple correlation. ആ കേസിലാണ് നമുക്ക് ഏത് യൂസ്ഫുൾ ആവുന്നത്, മൾട്ടിപ്പിൾ കോറിലേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ കോറിലേഷൻ വരുന്നത്. ഓക്കെ, ഇനി അതെന്താണെന്ന് നോക്കാം. In the study of multiple correlation, we measure the degree of association between one variable on one side and all the other variables together on the other side. Thus, the relationship between yield with both rainfall and temperature together is multiple correlation. അതായത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നാണ്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വാരിയബിൾ മാത്രമല്ല അവിടെ വരിക. ഒരു സൈഡിൽ ഒരു വാരിയബിളും അടുത്ത സൈഡിൽ ഒരുപാട് വാരിയബിൾസും ആയിട്ടാണ് ആ കോറിലേഷൻ കാണിക്കുന്നത് എങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വി മെഷർ ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വൺ വാരിയബിൾ ഓൺ വൺ സൈഡ്. ഒരു സൈഡിൽ ഒരൊറ്റ വാരിയബിളും ആൻഡ് ഓൾ അതർ വാരിയബിൾസ് ടുഗദർ ഓൺ ദ അതർ സൈഡ്. ഒരു സൈഡിൽ ഒരൊറ്റ വാരിയബിളും അടുത്ത സൈഡിൽ ഒരുപാട് വാരിയബിൾസും എന്ന രീതിയിലാണ് കോറിലേഷൻ കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക, മൾട്ടിപ്പിൾ കോറിലേഷൻ. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ yield വിത്ത് ബോത്ത് റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ ടുഗദർ ഈസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. നമുക്കറിയാം yield എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. yield എന്നത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ റെയിൻഫോളും ടെമ്പറേച്ചറും കറക്റ്റായിട്ട് കിട്ടണം, അല്ലേ? അപ്പോൾ നമ്മൾ കൃഷി ഇറക്കുകയാണ്, ആ കൃഷി എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നെല്ലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതിനോ ആയിക്കോട്ടെ, നമുക്കവിടെ വിളവെടുപ്പ് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ അവിടെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മഴ വേണം, ടെമ്പറേച്ചർ വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വിളവെടുപ്പ് നടത്താൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്പിൾ കോറിലേഷന് എക്സാമ്പിളാണ്. ഇവിടെ വാരിയബിൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? yield വരുന്നുണ്ട്, റെയിൻഫോൾ വരുന്നുണ്ട്, ടെമ്പറേച്ചർ വരുന്നുണ്ട്. ഇവിടെ yield എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വിളവെടുപ്പാണ്, അല്ലേ? റെയിൻഫോളും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മറ്റേ സൈഡിൽ വരുന്നതാണ്, അല്ലേ? രണ്ട് സൈഡിൽ ഓരോ വാരിയബിൾ വെക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് കിട്ടുന്ന ആ ലാഭം, മറ്റേ സൈഡിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന റെയിൻഫോളും ടെമ്പറേച്ചറും. അപ്പോൾ ഈ yield എന്നുള്ളത് മറ്റ് രണ്ട് വാരിയബിളുമായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വാരിയബിൾ ഒന്നിൽ കൂടുതൽ വാരിയബിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോറിലേഷനെ എന്ത് വിളിക്കാം, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ഇപ്പോൾ ക്ലിയർ ആയോ? അതായത് നമുക്ക് കിട്ടുന്ന വിളവെടുപ്പ് അത് ലാഭത്തിന് തന്നെ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന വിളവെടുപ്പ് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മഴയും അതുപോലെ ചൂടും, അല്ലെങ്കിൽ ചൂടോ എങ്ങനെയാണോ അതിന് ടെമ്പറേച്ചർ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ടെമ്പറേച്ചറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നല്ല വിളവെടുപ്പ് കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു സൈഡിൽ yieldും അടുത്ത സൈഡിൽ രണ്ട് വാരിയബിൾ ഏതൊക്കെയാണ്, റെയിൻഫോളും ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ഒരു വാരിയബിൾ മറ്റ് രണ്ട് വാരിയബിളുമായിട്ട് കോറിലേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോറിലേഷനെ എന്ത് വിളിക്കാം, മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഒരു വാരിയബിൾ മറ്റു സൈഡിൽ ഒരുപാട് വാരിയബിൾസും വരുന്ന ആ കോറിലേഷനെയാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പാർഷ്യൽ കോറിലേഷൻ എന്താണെന്ന് നോക്കാം. In partial correlation, we study the relationship of one variable with one of the other variables, presuming that the other variables remain constant. പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഒരു വാരിയബിൾ ഉണ്ടായിരിക്കും, അടുത്ത സൈഡിലുള്ള വാരിയബിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒന്നുകിൽ പാർഷ്യലി കോറിലേറ്റഡ് ആയിരിക്കും. അതിനെയാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. അതിലൊരു ടേം കോൺസ്റ്റന്റ് ആയിരിക്കും. നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് ദർ ബി 3 വാരിയബിൾസ്, yield, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് yield, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ. ഈച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ അതർ. ഇത് ഓരോന്നും പരസ്പരം റിലേറ്റഡ് ആണ്. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ yield ആൻഡ് റെയിൻഫോൾ അസ്യൂമിങ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് ഈസ് ദ പാർഷ്യൽ കോറിലേഷൻ. ഇവിടെ yieldും റെയിൻഫോളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എന്താണ്, പാർഷ്യൽ കോറിലേഷൻ ആണ്. കാരണം yield എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നിൽക്കുന്ന വാരിയബിളാണ്, റെയിൻഫോൾ എന്ന് പറയുമ്പോൾ അടുത്ത സൈഡിൽ നിൽക്കുന്ന വാരിയബിളാണ്, അല്ലേ? ഇവിടെ വിളവെടുപ്പ് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ മഴ മാത്രം പോരാ, ഏതുകൂടി വേണം, ഈ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ കൂടി വേണം, അല്ലേ? അപ്പോൾ yieldും റെയിൻഫോളും മാത്രം കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കോറിലേഷൻ ഒരു പാർഷ്യൽ കോറിലേഷൻ എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം അതിൽ ടെമ്പറേച്ചർ കൂടി വന്നാലാണ് അത് കറക്റ്റായിട്ട് കോറിലേറ്റഡ് ആവുള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ മുഴുവനാവാത്തത് കൊണ്ട് അതിനെ എന്ത് വിളിക്കാം, പാർഷ്യൽ കോറിലേഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടേം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ കോൺസ്റ്റന്റ് ആയ ടേം ഏതാ, ടെമ്പറേച്ചറാണ്.
ഇവിടെ ഈൽഡും റെയിൻഫോളും മാത്രമേ കണക്ട് ചെയ്ത് പറയുന്നുള്ളൂ എങ്കിൽ ആ റിലേഷൻഷിപ്പിൽ കോറിലേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ കോറിലേഷൻ ആയിരിക്കും. കാരണം എന്താ, നല്ല വിളവെടുപ്പ് കിട്ടണമെങ്കിൽ മഴ മാത്രം ലഭിച്ചാൽ പോരാ, ടെമ്പറേച്ചർ കൂടി ഓക്കെ ആവണം, എന്നാലും നല്ല വിളവെടുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുഴുവനായിട്ട് കറക്റ്റ് അല്ലാത്തതുകൊണ്ട്, വാരിയബിൾസ് കോറിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് ആ കോറിലേഷൻ എന്ത് വിളിക്കാം, പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്? കോറിലേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, അതുപോലെ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. പോസിറ്റീവും നെഗറ്റീവും അറിയാം. എങ്ങനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ, ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വാരിയബിളും അതേപോലെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അവിടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ അറിയാം. ലീനിയർ കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലീനിയർ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നു, അടുത്ത വാരിയബിളും ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊരു കോൺസ്റ്റന്റ് റേഷ്യോയുടെ ബേസിലായിരിക്കും. എന്നാൽ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയുടെ ബേസിലല്ല അടുത്ത വാരിയബിളും ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നു. ഇനി സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോറിലേഷനിൽ രണ്ട് വാരിയബിൾ മാത്രമേ കണക്റ്റഡ് ആയിട്ട് വരുന്നുള്ളൂ എങ്കിൽ അതിനെ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ പ്രൈസ്, ഡിമാൻഡ്, അവിടെ രണ്ടെണ്ണല്ലേ വരുന്നുള്ളൂ. പ്രൈസിന് കോറിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഡിമാൻഡ് മാത്രമാണ്. ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാലോ, ഒരു സൈഡിൽ ഒരു കോറിലേഷനും അടുത്ത സൈഡിൽ ഒന്നിൽ കൂടുതൽ കോറിലേഷനും കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? നമുക്ക് കിട്ടുന്ന വിളവെടുപ്പ്, അതുപോലെ റെയിൻഫോൾ, അതുപോലെ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ റെയിൻഫോളും ടെമ്പറേച്ചറും ഈൽഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാലോ, ഒരു സൈഡിൽ ഒരു വാരിയബിളും അടുത്ത സൈഡിൽ ഒരു വാരിയബിൾ പാർഷ്യലി റിലേറ്റഡ് ആണ് എങ്കിൽ അതിനെ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഈൽഡ് ആൻഡ് ഏതായിരുന്നു പറഞ്ഞത്? റെയിൻഫോൾ. അതെ, അതായത് നമുക്ക് കിട്ടുന്ന വിളവെടുപ്പും അതുപോലെ ഏതായിരുന്നു മഴയും, അത് തമ്മിൽ പാർഷ്യലി കോറിലേറ്റഡ് ആണ് അല്ലേ? പാർഷ്യലി കോറിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൽ ടെമ്പറേച്ചർ കൂടി വരണം. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു, ബാക്കി പാർഷ്യലി കോറിലേറ്റഡ് ആണ് എന്നേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇവിടെ അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ.